പിന്നെ ഈ മലയാളികൾക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് എവിടെ ചെന്നാലും അസോസിയേഷൻ തുടങ്ങുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ 100,000 അസോസിയേഷനുകൾ ഉണ്ടാവും. ഇവിടെ ഇപ്പൊ എത്ര അസോസിയേഷൻ ഏതെങ്കിലും ഇൻവോൾവ് ആണ്? ഞാനിപ്പോ MMA ഒരു ലൈഫ് മെമ്പറാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന ഒരു കമ്മിറ്റിയും കൂടെയാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല, വളരെ നല്ല ഒരു പ്രവർത്തന ശൈലിയാണ്. കാരണം അതിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ തന്നെ കാരണം ഞാൻ വന്ന കാലത്ത് MMA കുറിച്ച് കേൾക്കുന്നുണ്ട്. ശരിക്കും MMA വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു 5 കൊല്ലമായിട്ടുണ്ടാവും. കുറച്ചുകൂടി ഹാർഡായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പേ മെമ്പറായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും വിളിച്ചാൽ പോകും, അല്ലെങ്കിൽ പോവില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാന്നുള്ള ഐഡിയ ഉണ്ടോ? ഇതല്ലാതെ ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് ചെയ്യണം. എന്നോട് എന്റെ സുഹൃത്തുക്കൾ ചോദിക്കും നിനക്ക് എന്താ ആവേണ്ടത്? ഞാൻ പറയും നമ്മളിപ്പോ ഒരു അംബാനി ആണെന്നൊന്നും പറയില്ല, അംബാനിയേക്കാൾ കുറച്ചും കൂടി മുകളിലോട്ട് പോയാൽ നന്നായിരിക്കും. കാരണം അംബാനി തന്നെ ആവുന്നതിൽ അർത്ഥമില്ല. എന്നെ ബിസിനസ് കാശുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നല്ല. കാശ് ആർക്കും ഉണ്ടാക്കാം. കാശൊന്ന് മാറി ചിന്തിച്ചാൽ എത്രയും പെട്ടെന്ന് കാശുണ്ടാക്കുന്ന വഴികളുണ്ട്. ഒന്നും ഇല്ലാത്ത ആളും നമ്മളെക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അപ്പം നെയിം, മനുഷ്യന് മേക്ക് എ നെയിം മേക്ക് എ മണി, അതായത് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ പേരുണ്ടാക്കുക. കാശ് വന്നാലും ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാനൊരു നോർമൽ ഓർഡിനറി മെനാണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് എനിക്കില്ല. ഓർഡിനറി നല്ല പക്ക ഓർഡിനറി. ഞാൻ രാത്രി വന്ന 2 ചപ്പാത്തിയെ കഴിക്കും, ഒരു പച്ചക്കറി ചപ്പാത്തി. ഉണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ തന്നെ കുറെ മട്ടനൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് മുറിച്ച് തിന്നൊരു ശീലമൊന്നും നമുക്കില്ല. ഉള്ളത് തിന്നും. കാലത്തൊരു ചായ കുടിക്കും, രാവിലെ കഴിക്കുന്നതല്ലാണ്ട് ഇനി ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ മനുഷ്യന് ഭക്ഷണമായി കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മളടുത്ത് നല്ല മനസ്സുള്ള ഒരാളടുത്ത് പൈസ അല്ലെങ്കിൽ ഒരു ഭരണം അതുപോലത്തെ ഉള്ളവർ കിട്ടുമ്പോൾ അതിനെ കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പൊ എൻ്റെ അടുത്ത് കാശ് വരുമ്പം ഇപ്പൊ എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരുപാട് ആൾക്ക് ഉപകാരത്തിന് എത്തിക്കാം, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളിൽ ഒരുപാട് ഉപകാരത്തിന് എത്തിക്കാം. അത് നമ്മളിപ്പം പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നമ്മളെ കൊണ്ട് ഒരുപാട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച MA യൂസുഫ് അലി നമ്മളെ പ്രോഗ്രാമിന് വന്നിരുന്നു. അന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി 5 കോടി രൂപ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്തു, കോളേജിന്റെ പർപ്പസിന് വേണ്ടി. ഉടനെ എഴുന്നേറ്റിട്ട് നമ്മളെ ബിസിനസിന്റെ എന്താ പറയുക ബിസിനസ് മാഗ്നറ്റ് മിസ്റ്റർ യൂസുഫ് അലി പറഞ്ഞു 50 ലക്ഷം രൂപ ഞാനും തരുന്നു. അപ്പൊ അതുപോലത്തെ ഒരു നല്ല മനസ്സുള്ള മനുഷ്യന്റെ അടുത്ത് കാശുള്ളത് കൊണ്ടാണ് ഈ 50 ലക്ഷം രൂപ അയാൾ കൊടുത്തത്. അതായത് അയാളെക്കാളും വലിയ കാശുള്ള ആൾക്കാർ നാട്ടിലുണ്ടാവും, ആരും അറിയില്ല. കാരണം അവരൊരു രൂപ ആർക്ക് കൊടുക്കില്ല. അപ്പോ ഇതുപോലത്തെ ഒരാളെടുത്ത് പൈസയോ ഭരണമോ കിട്ടിയിട്ട് ആർക്കും കാര്യമുണ്ടാവില്ല. ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ അത് കിട്ടുമ്പോൾ അത് വേറെ പലർക്കും ഉപകാരമാവും. സോ എന്തായാലും ഇദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു പാഠമാണ്, എല്ലാവരും നോക്കി പഠിക്കേണ്ട ഒരു പാഠം എന്ന് തന്നെ പറയും. അല്ല, ഞാനിത് പറയുമ്പോൾ ചങ്ങായിമാരെ ചോദിക്കാനുണ്ട്, ഇതൊക്കെ കുറച്ച് അഹംഭാവം അല്ലടാ. അമ്പനിയൊക്കെ അഹംഭാവമല്ല, ആഗ്രഹമാണ്. അയാളാവട്ടെ, അല്ല ഇങ്ങനെ പോയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നാട്ടില് ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ വലിയ കഷ്ടമാണ്, ടഫാണ്. അവിടെ തന്നെ ജീവിച്ച് വളർന്ന ഒരാൾക്ക് നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാനൊരു പുറത്തുനിന്ന് കേരളത്തിലുള്ള ഏതൊരു മനുഷ്യന് ചെറുപ്പത്തെ നാട് വിട്ട ഒരാൾക്ക് തിരിച്ച് നാട്ടിൽ പോയി ബിസിനസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. തീർച്ചയായിട്ടും. ബിക്കോസ് ഇത്രയും നല്ലൊരു മനസ്ഥിതി ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോ നാട്ടിലെ ബിസിനസ് തുടങ്ങാൻ തന്നെ പേടിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ഥിതി നാട്ടിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയില്ല, നമ്മുടെ നാടാണ്. എന്നാലും അവിടെ കിടന്ന് തന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഞാൻ എന്റെ നാട്ടിൽ തന്നെ കിടന്ന് മരിക്കണം എന്നുള്ള ആഗ്രഹം. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിന്റെ സാഹചര്യങ്ങളൊക്കെ മാറി, സാഹചര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. നല്ല നല്ല ബിസിനസ് പേഴ്സൺ, നിങ്ങളുമായിട്ട് നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാർ അവിടെ വരണം എന്നുള്ള ആ ഒരു വിചാരത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം തന്നെ ഇങ്ങനെ ചെല്ലുന്നത്. ബിക്കോസ് ഈ പ്രോഗ്രാമിൽ ഒത്തിരി പേര് കാണുന്നുണ്ട്. ഈ പ്രോഗ്രാം ഒത്തിരി ബിസിനസ് പീപ്പിളുടെ ജീവിതം. ഇപ്പൊ ഇത്രയും നേരം നിങ്ങൾ ഇമോഷണലി പറഞ്ഞു, നിങ്ങളുടെ ഹാർഡ് വർക്കിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിച്ച വ്യക്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത്രയും നമ്മൾ പുറം നാട്ടിലാണ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലല്ല. പക്ഷെ ഈ പുറം നാട്ടിൽ കിട്ടുന്ന ഈ സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് എപ്പോഴോ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളൈറ്റ്സിന് എന്താണ് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളത്? അങ്ങനെയല്ല, ഇപ്പൊ ഈ ബിസിനസ് ജീവിതത്തിൽ തന്നെ ഒരു പുറം നാട്ടിൽ വന്നിട്ട് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു അഡ്വൈസ്? ബിസിനസ്സിന് വളരെ ക്ലിയർ ആയിട്ട് വേണമെന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ്സ്. നമ്മൾ ഒരാളോട് വാക്ക് പറഞ്ഞാൽ ആ വാക്ക് കൃത്യതയോടെ പാലിക്കുക. ഇനി നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും അയാൾ വിളിച്ച് വിവരം അറിയിക്കുക. അപ്പോൾ നമ്മളൊരു ചെക്ക് കൊടുക്കും പല കമ്പനികൾക്കും, ചില ദിവസം ബിസിനസ് ഡല്ലായി പോകും. അപ്പോൾ അയാളെ ചെക്ക് ബാങ്കിൽ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് അയാൾ ഒന്ന് ഇൻഫോം ചെയ്താൽ അത് അയാൾക്ക് നമ്മളോട് ഏറ്റവും വലിയ വിശ്വാസമായിരിക്കും.
ഇതാണ് ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ മാനേജ്മെന്റ് ക്ലാസ്സിലൊക്കെ പറയുന്നത്. എയ്തർ കമ്മിറ്റ് ഓർ കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾ വാക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റായി അവരെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് നിങ്ങളിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ കാര്യം. എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞു നേരത്തെ ഞാൻ അധികം പഠിച്ചിട്ടില്ലെന്ന്. ഇതാണ് ഒരു റിയൽ ബിസിനസ് മാൻ്റെ ജീവിതം. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിന്റെ അല്ലെങ്കിൽ പേഴ്സണൽ ജീവിതത്തിൽ നിന്ന് വന്ന എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമ്മുടെ മാനേജ്മെന്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പോയിന്റ് അദ്ദേഹം പറഞ്ഞത്. എന്തായിരുന്നാലും ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങളുടെ ഒപ്പം നിങ്ങളുടെ വീട് വരെ വന്നിട്ട് ഈ ഇന്റർവ്യൂ നമ്മുടെ പ്രേക്ഷകരോട് ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ഞാൻ കാരണം ഇപ്പം ഇതിന്റെ ഉദ്ദേശം അങ്ങനെ ഈ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയാൻ കാരണം ഞാൻ ശരിക്കും 4 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഷോപ്പ് 10x10 ഒരു ഷോപ്പ് എടുത്തിട്ട് ഫർണിച്ചറൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് സാധനം, അതായത് വിൽപ്പനക്കുള്ള സാധനം ഇടാനുള്ള കാശ് എൻ്റെ അടുത്തുള്ള 35,000 രൂപയായിരുന്നു 4 വർഷം മുമ്പേ. 4 വർഷം മുമ്പേ 35,000 രൂപ മാത്രം മുതലിറക്കിയിട്ട് തുടങ്ങിയ ഒരു ബിസിനസ്. അന്ന് എൻ്റെ ഈ ഇലക്ട്രോണിക് ബിസിനസ് സീരിയസ് ആയിട്ട് അത് ഉള്ള കാര്യമാണ്. ആരും വിശ്വസിക്കില്ല, ഒരിക്കലും വിശ്വസിക്കില്ല, സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല. എന്നും നമ്മളെ ഷോറൂമിൽ സ്റ്റോക്ക് തന്നെ 1 crore 40 lakhs സാധനം സ്റ്റോക്ക് ഉണ്ടാവും. അതെല്ലാം എന്റേതല്ല, ഒക്കെ കമ്പനീസിന്റെ സാധനമാണ്. അപ്പൊ ഒരു വെറും 4 കൊല്ലം കൊണ്ട് 35,000 രൂപ മാത്രം ഇട്ടിട്ട് ബിസിനസ് ചെയ്ത് ഇന്ന് 1 crore 40 lakhs സ്റ്റോക്ക് എൻ്റെ അടുത്ത് കമ്പനീസ് വിശ്വസിച്ച് തരണമെന്നുണ്ടെങ്കിൽ ശരിക്കും എൻ്റെ കമ്മിറ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ കമ്മിറ്റ്മെന്റ് നമുക്ക് നിലനിർത്തി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് പോകും. തീർച്ചയായിട്ടും ഇതിന് ഒരു വലിയ അപ്ലോസ് തന്നെ കൊടുക്കാം. 35,000 to 1 crore and 40 lakhs now. എന്തായിരുന്നാലും ഇനി സക്സസ് മാത്രം ആയിരിക്കട്ടെ ജീവിതത്തിൽ. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിക്ക് ഇനി നിങ്ങളുടെ ഹാർഡ് വർക്ക് നല്ല പൊട്ടൻഷ്യൽ ആയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി അംബാനിനെക്കാട്ടിൽ ഒരു സ്റ്റെപ്പ് അഹെഡ് ആവും. എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. സോ ഇന്റർവ്യൂവിന് ഇത്രയും നേരം നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്കൊപ്പം ഷെയർ ചെയ്തതിന് വളരെ നന്ദി. നമസ്കാരം.